ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമല്ലേ? ഒന്നും പേടിക്കണ്ട, കൃത്യമായിട്ട് നടക്കും. കണിമംഗലത്തെ മരുമകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്ത നാളെ രാവിലെ എല്ലാവരും അറിയും. നീ നന്നാവില്ലടാ. ഒരിക്കലും നന്നാവില്ല. ഈ കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനാ നീ. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ. ഒരിക്കലും ജീവിക്കില്ല. ജീവിക്കില്ല. സന്തോഷായില്ലടാ നിനക്ക്? ഇറങ്ങിക്കോ നീ. നന്നായി. പുറത്തിറങ്ങുമ്പോ പറയാലോ, സ്വന്തം അമ്മ ചാകാൻ കിടന്നപ്പോ അതൊന്നും കൂട്ടാക്കാതെ പോയിന്ന്. മോനെ, രാധിക വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഡ്രൈവറോട് കൊണ്ടുവിടാൻ പറയാം. മുത്തശ്ശി, നിന്റെ അമ്മയെ അവഗണിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾക്ക് പിരിഞ്ഞേ പറ്റും. നേരെ ചൊവ്വേ ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്താന്ന് വെച്ചാ, ഏതെങ്കിലും 2-3 പേരെ കൊണ്ടേ എന്നെ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന പോലെ അഭിനയിപ്പിക്കാന്നുള്ളതാ. എടി, അതൊക്കെ പ്രശ്നമാവില്ലേ? പ്രശ്നമാവട്ടെ. അവരെന്നെ തട്ടിക്കൊണ്ടു പോയിന്ന് തന്നെ ഇവിടെ ഉള്ളവരെ വിശ്വസിപ്പിക്കണം. ഇത്രയ്ക്കൊക്കെ നടന്നോടെ? നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും നമ്മൾ കാണുന്നത് പോലെ അല്ല ചന്ദ്രേട്ടാ. പ്രിയങ്ക മുത്തശ്ശിയോട് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അവൾ ആ നാടകം നടത്തും. പ്രിയങ്ക കണിമംഗലത്ത് നിന്നും പുറത്തു പോവും. അവളിപ്പോ അങ്ങനെ പുറത്തു പോകണ്ട. വരുണിന്റെ ഭാര്യയായി അവള് നമുക്കൊക്കെ ഒരു ഭീഷണിയായിട്ടാണ് അവൾ ആറ്റുവാശ്ശേരിയിൽ നിന്നും കണിമംഗലത്തേക്ക് കയറി വന്നത്. ഒഴിവാക്കാൻ നമ്മൾ ഒരുപാട് നോക്കി, അത് സാധിച്ചില്ല. ഇപ്പൊ അവളായിട്ടൊരു അവസരം തുറന്നു വന്നിരിക്കുക. ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് സിനിമ അഭിനയിക്കാൻ പോകുന്ന അവളുടെ യാത്രയായിരിക്കില്ല, അവളുടെ അന്ത്യയാത്രയാ. എങ്ങനെയാ ചന്ദ്രൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ദേ, ഫ്ലൈറ്റിന് അങ്ങോട്ട് വരാൻ 1 മണിക്കൂറേ വേണ്ടൂ. അവള് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് എത്താം. കാര്യമായിട്ടാണോ ഈ പറയുന്നേ? കണിമംഗലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എന്ത് വിതച്ചാലും അത് മുളയ്ക്കുമെന്നുള്ളതാ. ഇനി കാത്തിരിക്കാൻ വയ്യ. ഗൗതമനോട് താനൊന്ന് റെഡിയായിരിക്കാൻ പറയും, ജോലിയുണ്ട്. അപ്പോ എനിക്ക് വിളിച്ചു പറയാൻ തോന്നിയത് നന്നായല്ലേ? തീർച്ചയായും. ഇനി നമ്മുടെ നല്ല കാലം തുടങ്ങാൻ പോവാ.
ഞാനെന്നാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ. മുത്തശ്ശി, ആ മുത്തശ്ശി കാത്തിരിക്കായിരുന്നു. ഇത് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ വേറെ എന്തുണ്ടാക്കിയാലും നിനക്ക് പിടിക്കത്തില്ലല്ലോ. ഇതല്ലേ ഏറ്റവും ഇഷ്ടം. താങ്ക് യു മുത്തശ്ശി. ആ താങ്ക് യു പറഞ്ഞാ പോരാ, അങ്ങോട്ടിരുന്ന് അത് മുഴുവൻ കഴിക്കും. വാ ഇരിക്കേ ഇരിക്കണം. ഇത് മുഴുവനും ഞാൻ ഒറ്റയ്ക്കോ? ആ ഇനിയിപ്പൊ പോയാലേ കുറേ ദിവസം കഴിഞ്ഞല്ലേ മോള് വരൂ. ആ, അപ്പൊ പിന്നെ ഞാനിതൊക്കെ ആർക്കൊരുക്കി വെക്കാനാ? ഞാൻ പോയിട്ട് കുറച്ച് ഫേമസ് ഒക്കെ ആയിട്ട് പത്രക്കാരനോട് ചോദിക്കുമല്ലോ, എന്താ പ്രിയങ്കയുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന്. അപ്പൊ ഞാൻ പറയും, അതൊരൊറ്റ ആളാ, അതെന്റെ മുത്തശ്ശിയാന്ന്. എന്നിട്ട് മുത്തശ്ശി എനിക്ക് ഉണ്ടാക്കി തരാറുള്ള പലഹാരങ്ങളും അതിന്റെ കൂട്ടമൊക്കെ എല്ലാരോടും ഒന്ന് പറയണം. സംഗതി അങ്ങ് വൈറലാവട്ടെ മുത്തശ്ശി. അപ്പൊ പിന്നെ ഈ പത്രക്കാരൊക്കെ ആരെ തേടി വരും? മുത്തശ്ശിയെ തേടി ഓ വരും. പിന്നെ ഈ പ്രായത്തിൽ ഇനി എന്നെ തേടി പത്രക്കാരൊക്കെ വരാനിരിക്കല്ലേ. ഒന്ന് മിണ്ടാതിരുന്ന് കഴിക്കുമോളെ. ഉം. ആ മോളെ, നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമല്ലേ? ഒന്നും പേടിക്കണ്ട, കൃത്യമായിട്ട് നടക്കും. കണിമംഗലത്തെ മരുമകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നുള്ള വാർത്ത നാളെ രാവിലെ എല്ലാവരും അറിയും. പോലീസുകാരും കണിമംഗലത്തുകാരും എല്ലായിടത്തും അലയും. ആ സമയത്തിനുള്ളിൽ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂള് കഴിയും. ഞാൻ ഇവിടേക്ക് തിരിച്ചെത്തും. അങ്ങനെ വരുമ്പോ ഷേ, അങ്ങനെ അങ്ങ് ഓടി വരാൻ പറ്റുമോ മുത്തശ്ശി? എന്നെ തട്ടിക്കൊണ്ടുപോയവരോട് ഫൈറ്റ് ചെയ്തിട്ട് ഒട്ടും വയ്യാതായിട്ട് വല്ല റോഡിലോ കലിങ്ങിലോ എന്നെ ആരെങ്കിലും കണ്ടെത്തുന്ന രീതിയില്. അതെ, ഇതേതാണ്ട് സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊരു സിനിമാ താരാവാൻ നടക്കുകയല്ലേ മുത്തശ്ശി. അപ്പൊ ഒരു കഥ ഉണ്ടാക്കുമ്പോ ഒരു സിനിമാ ടച്ചൊക്കെ വേണ്ടേ? ആൾക്കാരെ വിശ്വസിക്കണ്ടേ? ഉം. ആ മോള് കഴിക്കും. അതെ മുത്തശ്ശി, എന്നാലും പോകുമ്പോ എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. ആ രാധികയുടെ കാര്യം. ആ അത് നീ പേടിക്കണ്ട മോളെ. നീ തിരിച്ചെത്തുന്നത് വരെ അവളും അവനും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉം. അതിപ്പോ നിന്റെ അച്ഛൻ അനുഗ്രഹിച്ചാലും ശരി, ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ശരി, അവര് തമ്മിൽ ഒരുമിക്കാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല.